ഹായ് നമസ്കാരം. ഞാൻ അഭിലാഷ് നാരായണൻ. ക്രിയേറ്റീവ് ആനിമേഷൻ കിഡ്സ് എന്റർടൈൻമെന്റിന്റെ ഓൺലൈൻ കോഴ്സിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എപ്പിസോഡ് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ ഇത്ര വരെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ബാക്കിയിലും കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഭാഗം ചെയ്തു, നമ്മൾ ഈ ഭാഗം ചെയ്തു, ഇവിടെ ചെയ്തു, എല്ലാം ഇവിടുത്തും ചെയ്തു. ഡോറെല്ലാം കട്ട് ചെയ്തു അല്ലേ, ഡോറെല്ലാം കട്ട് ചെയ്തു, ഗ്ലാസ് എല്ലാം കയറ്റി നമ്മൾ വളരെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഈ വണ്ടി അല്ലേ. ഇനിയിപ്പം നമുക്ക് വേണ്ടത് പറഞ്ഞാല് ഇവിടെ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ പോർഷൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, സിക്സാക്ക് ആയിട്ടുണ്ട്. അത് ഇന്നലെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളോട് പറയായിരുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിലൊന്ന് ക്ലിയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫോർവേഡ് അത് ക്ലിയർ ചെയ്യാം. ആദ്യം നമുക്ക് അതിന്റെ പണിയിൽ എടുക്കാവുന്നത്. ഓക്കെ. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമറിയോ? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സ്മൂത്ത് ഫയൽ ഉണ്ട് കണ്ടോ. സ്മൂത്ത് ഫയലിന്റെ ഹിസ്റ്ററി അവിടെ തന്നെ ഉണ്ട്. അതായത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി, അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മായൽ ഫയൽ ചെയ്യുന്ന സമയത്ത് ബൗണ്ടിങ് ബോക്സ് ആയിട്ട് സേവ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ എപ്പിസോഡുകളും കറക്റ്റായി വാച്ച് ചെയ്തവർക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ഫയലുകൾ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ മൊത്തത്തിൽ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഹിസ്റ്ററിയെല്ലാം ഡിലീറ്റ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ഡിസ്പ്ലേയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ട് നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയി ബൗണ്ടിങ് ബോക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ സേവ് ചെയ്യണം. ഇങ്ങനെ സേവ് ചെയ്താലൊരു ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീണ്ടും വന്നിട്ട് നിങ്ങളൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫയലുകളുടെ ഈ സെഗ്മെന്റ്സുകൾ എല്ലാം കൂടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ക്രാഷ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻക്രിമെന്റ് സേവ് ചെയ്യാൻ പറഞ്ഞ് ബൗണ്ടിങ് ബോക്സ് ചെയ്താലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഓപ്പൺ ആവും. മനസ്സിലായില്ലേ? നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ഫയൽ ഇങ്ങനെ തന്നെ ഓപ്പൺ ആവും. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ പോയിട്ട് ബൗണ്ടിങ് ബോക്സിന്റെ ഓപ്ഷനിൽ പോവുക. എന്നിട്ട് നോ ബൗണ്ടിങ് ബോക്സ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വരും. അതായത് സോഫ്റ്റ്വെയർ ഓപ്പൺ ആവുമ്പോൾ തന്നെ മെഷ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാങ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു അറിവാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ. ഇനി അഥവാ പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാട്ടോ. കാരണം ഇത് ഇങ്ങനെ ചെയ്യേണ്ടതാണ് നമ്മളെ പ്രൊഡക്ഷൻ ലെവലിൽ ചെയ്യുന്ന ഒരു രീതി. അതിപ്പോൾ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എങ്ങനെയാവുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യണം. ഈ വെർട്ടെക്സ് പോയിന്റുകൾ ഇവിടെ അവിടെയുള്ള സിഗ്സാഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. ഞാൻ ഇവിടെ വരെ ഇല്ല വെർട്ടെക്സിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട്, അതായത് ഇവിടെ വരെ ഇല്ല വെർട്ടെക്സിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിനെ അതേ പോയിന്റിലേക്ക് എത്തിക്കാം. അതേ പോയിന്റിലേക്ക് നമ്മൾ ലെവൽ ചെയ്ത് വെക്കാം. കാരണം നമുക്ക് അധികം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകരുത്. കറക്റ്റായിട്ട് സെഗ്മെന്റ്സിനെ ഫ്ലോ ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയാണ് നമുക്ക് ഏറ്റവും മെയിൻ. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നീറ്റായിട്ടൊരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ ചെറിയൊരു ബമ്പറിന് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കാതെ നിങ്ങൾ കുറച്ചൊന്ന് ലെവലാക്കി എടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഇതിനെ കാണാൻ വേണ്ടി. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പോൾ അത് കുറച്ചും കൂടി ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് അങ്ങനെ തന്നെ വേണം. അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് നിങ്ങളതുപോലെ തന്നെ ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇവിടെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം കേട്ടോ. അതാ ഇവിടെ എല്ലാം മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് എല്ലാം ക്ലിയർ ചെയ്യണം. സെഗ്മെന്റ്സുകൾ എപ്പോഴും കറക്റ്റ് ഫ്ലോയിലായിരിക്കണം. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. നിങ്ങൾ ചെയ്യുമ്പോൾ ക്ഷമയെടുത്തിട്ട് സമയമെടുത്ത് ചെയ്തോ. മനസ്സിലായില്ലേ? നിങ്ങളാരും പിടിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. അത് ഇത്ര വൈകിയൊന്നും ചോദിക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം പറഞ്ഞാൽ നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനെ നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യാനില്ല. അപ്പം ഇപ്പം നിങ്ങൾക്ക് നല്ല ക്ഷമയോട് കൂടി ഇരുന്ന് ചെയ്യാൻ, ക്ഷമ പഠിക്കാൻ നല്ലൊരു സമയമാണ് ഇപ്പം ട്രെയിനിങ് പീരീഡ്, ഇപ്പം ടൈം. ഓക്കെ. അപ്പം ഞാൻ ഇവിടെ എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ വർക്കിലേക്ക് പോവാം. ഓക്കെ. ഇനി വർക്കിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക, എഡിറ്റ് പോവുക, ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. ഒന്നുകൂടി നമ്മൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്തു. ഒന്നുകൂടി എന്ത് ചെയ്തു, നമ്മൾ സ്മൂത്ത് ചെയ്ത് നോക്കുന്നു. കണ്ടോ കറക്റ്റായി. അപ്പോൾ ചില സ്റ്റുഡൻസ് ചോദിക്കും, ചില സ്റ്റുഡൻസ് എന്നല്ല, ഏകദേശം ഭൂരിഭാഗം സ്റ്റുഡൻസ് ചോദിക്കും, സാർ ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക,
എക്സ്ട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക ഫേസിനെ, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സാധനം ഇത് സെപ്പറേറ്റ് അല്ല, നിങ്ങൾക്ക് ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം സെപ്പറേറ്റ് UV ആക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? സെപ്പറേറ്റ് UV ആക്കിയിട്ട് വർക്ക് ചെയ്യും. അപ്പം ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അങ്ങനെയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വണ്ടി നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പണിയും കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ ഈ എപ്പിസോഡ് എടുത്ത് പണി തീരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയെല്ലാം ചെയ്തു അല്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ഭംഗിയായിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഹെഡ്ലൈറ്റിന്റെ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യും. എങ്ങനെ ഹെഡ്ലൈറ്റിന്റെ ഈ ഭാഗം ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ എടുത്ത് എഡ്ജ് എടുത്തിട്ട് വരക്കാൻ നോക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾക്ക് നല്ലൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അതായത് ഹെഡ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ ഇവിടുന്ന് എടുക്കരുത്, ഇവിടുന്ന് എടുക്കാൻ നോക്കാം. മനസ്സിലായില്ലേ? ഇവിടുന്ന് എടുക്കരുത് കേട്ടോ. ഇവിടുന്ന് എടുത്താൽ ഒരു ബോർ വരും. ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, W പ്രസ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രൂഡ് എഡ്ജസ് കൊടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യരുത്. ഞാൻ പറഞ്ഞുതരാം, നല്ലൊരു ഐഡിയ ഉണ്ട്. അതായത് നിങ്ങൾ എഡ്ജസിന് സെലക്ട് ചെയ്തിട്ട് W പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എക്സ്ട്രൂഡ് കൊടുക്കുമ്പോൾ അത് ആ ഫേസിന് കണക്കായിട്ട് പോകും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ചെയ്യരുത് കേട്ടോ, ഇതിൽ വർക്ക് ചെയ്യരുത്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. എത്രയാണ് വേണ്ടത്, എത്രയാണ് നിങ്ങൾ ഹെഡ്ലൈറ്റ് ലാമ്പ് എത്രയാണ് പുറത്തേക്ക് വരുന്നത് പറഞ്ഞാൽ അതിനൊരു കണക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ ഒരു കണക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫേസിനെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗത്തിനെ മാത്രം നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ഫേസ് കൊടുക്കുക. മനസ്സിലായില്ലേ? എക്സ്ട്രാക്ട് ഫേസ് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാക്ട് ഫേസ് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് വേണ്ടുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ പോയി ഇതിൻ്റെ മെഷിനെ ഒന്ന് ലെവൽ ചെയ്യുക. മെഷിനെ ലെവൽ ചെയ്യൽ എങ്ങനെയാണ് അറിയാമല്ലോ? മെഷിനെ ലെവൽ ചെയ്യുക, അതായത് വെർട്ടെക്സ് പോയിന്റുകൾ, സിഗ്നൽസുകളാണ്. അതായത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കോമ്പണന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് വെക്കാം കേട്ടോ. വെച്ച് ചെയ്യുക. കോമ്പണന്റ് മോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ടൂൾ വെച്ചിട്ട് തന്നെ ഒന്ന് മൂവ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കാം. എല്ലാ ഭാഗത്തും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. കാരണം നമുക്ക് ആ ഫേസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യും. അല്ലാതെ ഫേസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിനെ സെലക്ട് ചെയ്യുക, ഈ എഡ്ജസിനെ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരു ഫേസ് ഒന്നും കൂടി നമ്മൾ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യും. അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു കേവ് ഷേപ്പിൽ സെഗ്മെന്റ്സ് കൂടുതലില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വരക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടി വരും. എക്സ്ട്രൂഡ് എഡ്ജസിൽ പോയി ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓപ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ വരും, തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു സാധനത്തിന് നമ്മൾ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ചെയ്യാം. അതായത് നോക്കാം, നമ്മളിവിടെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഒബ്ജക്റ്റ് മോഡാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ നിങ്ങൾക്ക് വലിക്കാൻ പറ്റും. ഇനിയിപ്പം നിങ്ങൾ കമ്പോണന്റ് മോഡാണ്, കൺട്രോൾ ഷിഫ്റ്റും പ്രസ് ചെയ്യണം കേട്ടോ, ഹോൾഡ് ചെയ്യണം. എന്നിട്ട് കോമ്പോണന്റ് മോഡാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫേസ് ഇതിന് തുല്യമായിട്ട് ഇങ്ങനെ വരുന്നു. മനസ്സിലായി? അപ്പോൾ ഏതാണോ വേണ്ടതെന്ന് നിങ്ങളെ വർക്കിൽ ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഏതാണോ വേണ്ടത്. ഇപ്പം ഞാനിപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിയ ഫേസ് ഞാൻ ഇങ്ങനെ തള്ളി കൊണ്ടുപോകേണ്ടി വരും. കണ്ടോ? ഇങ്ങനെ വരുമ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഫേസ് കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇയാൾ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ, അതായത് നിങ്ങളെ കമ്പ്യൂട്ടർ നിങ്ങളെ ഇതിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഭാവനക്കനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ല ഇതൊരു മോഡൽ ഷീറ്റിലല്ല ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ മെഷ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മെഷ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഈ പിവറ്റ് പോയിന്റിന്റെ പോയിന്റുകൾ, അതായത് പിവറ്റ് പോയിന്റ് എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് അത് കറക്റ്റായി നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കോമ്പോണന്റ് കിട്ടും. കോമ്പോണന്റ് കിട്ടിയ ഫേസ് എങ്ങോട്ടാണോ ഉള്ളത്, അതായത് ഈ ഇത്രയും എഡ്ജസിന്റെ സെൻട്രൽ പിവറ്റ് എങ്ങോട്ടാണോ അത് ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? കോമ്പോണന്റ് കൊടുത്തില്ലെങ്കിൽ എഡ്ജസിനെ ഫോക്കസ് ചെയ്ത് വരും. ഒബ്ജക്റ്റ് മോഡാണെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്തിട്ട് വരും. അതായത് ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണുള്ളത് ആ ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്തിട്ട് മാത്രമായിരിക്കും അതിന്റെ സെഗ്മെന്റിന്റെ ഫ്ലോ വരുന്നത്. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഒബ്ജക്റ്റ് മോഡിലേക്ക് ആക്കിയിട്ടില്ല ഞാൻ. അപ്പോൾ സെഗ്മെന്റ് ഫ്ലോ ഞാൻ ഇങ്ങനെ ചെയ്യാം. നോക്കിയേ, ഞാൻ സ്കെയിൽ ചെയ്തു. ഇവിടുന്ന് ഇങ്ങനെ സ്കെയിൽ ചെയ്തു. ഇപ്പോൾ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുന്നുണ്ടോ, വെർട്ടെക്സിലെല്ലാം അവിടെ ഇവിടെ എല്ലാം ഒടിഞ്ഞ് എങ്ങനെയൊക്കെ കുത്തി ഒരു വിധത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത്രയും എടുത്തിട്ട് നിങ്ങൾ ഫിൽ ഹോൾ കൊടുക്കുക. മനസ്സിലായില്ലേ? ഈ ഫിൽ ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ എവിടേക്ക് ഒന്ന് ഒടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണ്ടോ. ഒന്ന് ഫിൽ ഹോൾ കൊടുക്കുക.
ഫിൽ ഹോൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, നിങ്ങൾ കോമ്പോണന്റ് നിങ്ങളെ മൾട്ടി കട്ട് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരക്കാം ഇവിടുന്ന് ഇവിടത്തേക്ക് അല്ലെ, 4 ഇഞ്ച് അല്ല കീപ്പ് ചെയ്ത് നമ്മൾ വെക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇവിടത്തേക്ക് അപ്പൊ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ എവിടെയല്ലോ സെഗ്മെന്റ്സുകൾ ഇങ്ങനെ ഒടിഞ്ഞും കുത്തിയും താഴോട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനെയും വെർട്ടെക്സിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അതിനെ ലെവൽ ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മെഷിന്റെ ഒരു പ്രശ്നം കാരണം അങ്ങനെ വരുന്നതാണ്, അല്ലാതെ നിങ്ങളെ വേറെ എന്തെങ്കിലും കുറ്റപ്പെടുത്തണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് മെഷ് കറക്റ്റായിട്ട് പിടിക്കാൻ നോക്കണം കേട്ടോ. ഞാനിപ്പോൾ സെഗ്മെന്റ്സ് മാത്രമേ പിടിക്കുന്നുള്ളൂ. ഇപ്പൊ സെഗ്മെന്റ്സ് ഇപ്പോൾ ഏകദേശം ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഞാൻ ലെവൽ ചെയ്യാനാണ് പോകുന്നത്. അതായത് ഈ ഒരു ലെവലിൽ മാത്രമല്ല അതിന് സെഗ്മെന്റ്സ് വേണ്ടത് കണ്ടോ. ഗ്ലാസ് കുറേ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഞാൻ ഈ വെർട്ടെക്സിനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് മൂവ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കാം. ഒന്ന് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്യാം കണ്ടോ. ചില സന്ദർഭങ്ങളിൽ ഞാൻ അതാ എടുക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അവിടെ ഇങ്ങനെ ഒടിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ചെറുതായി വന്ന് മെഷ് ഇങ്ങനെ വന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് ഓടിക്കുക. കേട്ടോ, ഞാൻ സെഗ്മെന്റ്സിനെ ഇപ്പൊ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ശരിയാക്കണം കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലൊന്നും ശരിയായിട്ടൊന്നുമില്ല, കറക്റ്റ് ചെയ്യും. അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇവിടെ ചെയ്ത് ശരിയാക്കുന്നത്. ഓക്കെ, ഏകദേശം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മെഷിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മെഷ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരില്ല. നമ്മൾ മെഷിലെ പ്രശ്നങ്ങളാണ്. ഞാൻ അവിടെ വിളിച്ചപ്പോൾ ആ ഒരു സൈഡ് അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ്. ഇപ്പൊ കറക്റ്റ് ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ. നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു മെഷും കൂടി എടുക്കാൻ പറ്റുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്ത് സ്മൂത്ത് ചെയ്ത് നോക്കാം. ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. അല്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇത് നോക്കരുത് കേട്ടോ. ഇത് ഇപ്പൊ സ്മൂത്ത് ആണെങ്കിൽ അതും കറക്റ്റ് ആയിരിക്കും കണ്ടോ. രണ്ടും കറക്റ്റാണ്, ലാമ്പ് കറക്റ്റ് ആയിരിക്കും. അതൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട, തോന്നരുത്. ഇതെന്താ ഇങ്ങനെ തോന്നരുത്. മനസ്സിലായില്ലേ? മെഷ് കുറഞ്ഞുകൊണ്ടാണോ അതങ്ങനെ. അപ്പൊ അതിന് കണക്കായിട്ട് മെഷിൽ തന്നെ ഉള്ളത്. അതിപ്പോ അധികം ബുദ്ധിമുട്ടൊന്നും വരാനൊന്നും പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫേസ് നമ്മൾ ഇതിന് കറക്റ്റായിട്ട് ഈ എഡ്ജസ് ഇതിന് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ കോമ്പോണന്റ് മോഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി ഉള്ളിലോട്ടൊന്ന് താഴ്ത്തി വെക്കണം. ഗ്യാപ്പ് വരുന്നുണ്ട്, സ്മൂത്ത് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കാരണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഫേസ് ഒന്നും വേണ്ട. ഇനി ഫേസ് അവിടെ അധികം ഇട്ട് കളിക്കണ്ട. ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കാം. 4 അടിക്കുക. നമ്മളിവിടെ തന്നെയുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ മിറർ എടുത്താൽ മതിട്ടാണ്. എക്സ് പ്ലസ് ആണ് വരുന്നത്. അപ്പൊ മിറർ എടുക്കുക, എക്സ് പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്തിട്ട് ഇവിടെ മെർജ് ബോർഡർ വെർട്ടെക്സ് ഒന്നും വേണ്ട. ഇവിടെ ഡു നോട്ട് മെർജ് ബോർഡർ വെർട്ടെക്സ് കൊടുത്തിട്ട് നിങ്ങൾ മിറർ ചെയ്യുക കേട്ടോ. മിറർ ചെയ്യുക. അപ്പൊ മിറർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പുറം എടുത്തത് അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മിറർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക. ഇതിനെ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്താൽ മാത്രം പോരാ, മോഡിഫൈ പോയി സെന്റർ പിവറ്റ് നിർബന്ധമായും കൊടുക്കണം. അപ്പൊ ആ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട് അതുപോലെ തന്നെ. അപ്പൊ ഇനിയിപ്പോ ഈ അടുത്ത പണി ഇതാണ്. അപ്പൊ അതിന് മുമ്പ് ഞാൻ സേവ് ചെയ്തോട്ടെ. സേവ് ചെയ്ത് എനിക്ക് ഫുൾ കൺഫ്യൂസ് ആണ് കേട്ടോ. എവിടെയൊക്കെ ഇന്ന് സേവ് ചെയ്യണം എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് കാർ നല്ല പറഞ്ഞു കൊടുക്കുക. എനിക്ക് എപ്പിസോഡ് മൊത്തം ചെയ്യുമ്പോൾ എനിക്ക് ഇല്ല കൺഫ്യൂസ് ഇതാവും. അതെൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 എപ്പിസോഡെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ, ഒരേ ക്ലാസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി എഡിറ്റ് ചെയ്യാനും എല്ലാം കൂടി ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതിൽ വേറെ ആരും അല്ല എഡിറ്റിങ്ങിൽ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ എൻ്റെതായിട്ടുള്ളൊരു പ്രശ്നങ്ങളെല്ലാം എനിക്കുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര വരെ എത്തി. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനെ കുറച്ച് പൊന്തിച്ചു. ഇവിടെ നമുക്ക് വരുന്നത് ബ്ലാക്ക് ഫേസ് ആണ് വരുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ബ്ലാക്ക് ഫേസ് വന്നാൽ നമുക്കറിയാം റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ അത് റിവേഴ്സ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പോയി ഇതിനെ നിങ്ങൾ എക്സ്ട്രാക്ട് കൊടുക്കുക. എക്സ്ട്രാക്ട് കൊടുത്തതിന് ശേഷം മോഡിഫൈ പോയി സെന്റർ പിവറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മെഷ് ഡിസ്പ്ലേയിൽ റിവേഴ്സ് ചെയ്യുക.
ഓക്കെ, ഇത് റിവേഴ്സ് ആയിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മളിത് ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് എന്നിട്ട് മാത്രമേ റിവേഴ്സ് കൊടുക്കരുത്, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ആ മെഷീനും കൂടി നമ്മൾ പിടിക്കും. ഓക്കെ, ഇപ്പോൾ റിവേഴ്സ്. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും ഓർമ്മിച്ച് വെക്കണം കേട്ടോ. നമ്മൾ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ആ മെഷീൻ അത് വിട്ടു പോകണം, അല്ലെങ്കിൽ ഇതും കൂടി റിവേഴ്സ് ആവും. ഫേസിൽ വെച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി റിവേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോവാം. കാരണം എത്രയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ഇത് ഞാൻ അധികം കൊടുക്കുന്നില്ല, ഏകദേശം കറക്റ്റായിട്ട് കൊടുക്കാം. നമ്മൾ ഫിൽ ഹോൾ കൊടുക്കും, ആദ്യം ഫിൽ ഹോൾ കൊടുക്കും കേട്ടോ. ആദ്യം പോയി എക്സ്ട്രൂഡ് ചെയ്യരുത്. മൾട്ടി കട്ട് എടുത്തിട്ട് എവിടെ നിന്നാണോ വരുന്നത് അവിടത്തേക്ക് കൊടുക്കുക. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതൊരു കൺഫ്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്ക് കൊടുക്കാം ആദ്യം എൻറെഡി. പിന്നെ വരുന്നത് എങ്ങനെയാണ് ഇവിടുന്ന്, ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മെഷ്. അപ്പൊ ഓക്കെ, കണ്ടോ മെഷ് അവിടെ നേരത്തെ കണ്ടതിൽ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നു. ഇതാ ഇങ്ങനെ വേണമെന്ന് കാണുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇതും കൂടി സെലക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രൂഡ് ഫേസ് പോയി ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് പണി കേട്ടോ. നമ്മൾ വീണ്ടും ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്താലാണ് നമ്മൾ ആ മെഷിന്റെ ഡീറ്റെയിൽഡിലേക്ക് പോകുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നീക്കാനും പിടിക്കാനെല്ലാം പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് നടക്കൂല. ഈ കുഴീനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനെ പിടിച്ചിട്ട് ഡബിൾ പ്രസ് ചെയ്തിട്ട് കുറച്ചൊന്ന് മൂവ് ചെയ്യാം. അതായത് കോമ്പൗണ്ട് മോഡ് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. കോമ്പൗണ്ട് മോഡിൽ വെച്ചിട്ട് ചെയ്യണേ. കോമ്പൗണ്ട് മോഡ് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരും. ഓക്കെ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നത്, മെഷിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. മെഷിന്റെ ശരിയായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ ബാക്ക് സൈഡ് ചെയ്യുന്ന സമയത്തിലെ മെഷിന്റെ പ്രശ്നമാണ് കേട്ടോ. ക്ലിയർ ചെയ്യും. ഇപ്പൊ മോഡൽ ഷീറ്റാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നമുക്ക് കോമ്പൗണ്ട് വർക്ക് ആവില്ല, ഒബ്ജക്റ്റിന് ചെയ്യേണ്ടി വരും. ചിലയിടങ്ങളിൽ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്തേ പറ്റൂ കേട്ടോ. ഇത് ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് പറ്റൂല, അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ കോമ്പൗണ്ടും ഒബ്ജക്റ്റും വെർട്ടെക്സ് വെച്ചിട്ട് ചെയ്യാം. കുറേ ട്രിക്ക് ഉണ്ട് കേട്ടോ. മോഡലിംഗ് സെക്ഷനിൽ ഇങ്ങനെ കുറേ ട്രിക്കുകൾ നമ്മളൊക്കെ കൂടെ തന്നെ നമ്മൾ പഠിച്ചു വരുമ്പോൾ ചെയ്യും. നമ്മൾ ആ ട്രിക്കിനനുസരിച്ച് വർക്ക് ചെയ്യും കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ നോക്കി എത്ര ടൂളാണ് പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ടൂൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടൂളുകളുടെ ഉപയോഗമാണ് പഠിക്കേണ്ടത്. ടൂളുകൾ കണ്ടമാനം പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ആവശ്യത്തിന് ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഞാനിവിടെ സോഫ്റ്റ് ഹാർഡ് എനർജി കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ഇങ്ങനെ നോക്കും. ഹാർഡ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫേസ് എവിടെയെങ്കിലും കുഴിഞ്ഞു പോയിട്ടുണ്ടോ, എവിടെയെങ്കിലും തള്ളി പോയിട്ടുണ്ടോ എന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഈ എഡ്ജസിനെ ഒന്ന് ചെറുങ്ങനെ ഉള്ളിലോട്ട് താത്തി വെക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് മോഡാക്കി വെക്കുക. ഒബ്ജക്റ്റ് മോഡാക്കിയിട്ട് ഒന്ന് ഉള്ളിലോട്ട് തള്ളുക. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അതിനെ സ്മൂത്ത് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്യുക. ഓക്കെ, സ്മൂത്ത്, ഇതിനെയും ഞാൻ സ്മൂത്ത് ചെയ്തു. അപ്പോൾ ഇതും കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് അതും നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തെടുത്തു. ഇവിടെ മോഡിഫൈ പോയി സെൻറ്റർ പിവറ്റ് കൊടുത്തു. സെൻറ്റർ പിവറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ പിവറ്റ് പോയിന്റിനെ നമ്മൾ DX പ്രസ് ചെയ്തിട്ട് ഈ പിവറ്റ് പോയിന്റിനെ ഒരിക്കലും നടുവിൽ പിടിക്കരുത് കേട്ടോ. പിവറ്റ് പോയിന്റ് DX എല്ലാം പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ സെൻറ്ററിലേക്ക് എത്തിക്കാം. ഇവിടെ വെച്ചാലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂളായിട്ട് കാണിച്ചു തന്നെ അവിടെ വേണം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഈ വ്യൂവിൽ പോയി ഫ്രണ്ട് വ്യൂവിൽ പോയി ബാക്ക് എടുക്കുക. ഫ്രണ്ട് വ്യൂവിൽ പോയി ബാക്ക് എടുക്കുക. ബാക്ക് എടുത്തിട്ട് എഡിറ്റ്, നമ്മൾ മിറർ ലെവൽ പോകുന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മെഷിൽ പോവും, മിറർ ഓപ്ഷനിൽ പോവും. ഏതാ വേണ്ടത്, X മൈനസ് വേണ്ടത്, X മൈനസ് ചെയ്യും. ഡു നോട്ട് മർജ് ബോർഡേഴ്സ് നമ്മൾ X മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, മോഡിഫൈ പോവുക, സെൻറ്റർ പിവറ്റ് കൊടുക്കുക, എന്ത് ചെയ്യുക, സെപ്പറേറ്റ് വേണ്ടേ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആക്കണേ. അതുപോലെ ഇതിന് സെൻറ്റർ പിവറ്റ് കൊടുക്കണം, മോഡിഫൈ സെൻറ്റർ പിവറ്റ്. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി ഒന്നും കൂടി കളയേണ്ടി വരും. അതും എല്ലാം ഗ്ലാസ് ക്ലിയർ ആയി. അപ്പോൾ ഗ്ലാസ് ചെയ്യുന്നത് പ്ലെയിൻ വെച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പ്ലെയിൻ വെക്കാതെ ആ ഫേസ് എടുത്തിട്ട് തന്നെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു ആ കേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്ന ഈ കാര്യം
നിങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് മോഡലിംഗ് എല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. എല്ലാവരും മോഡലിംഗ് ചെയ്യുന്നുണ്ട് എന്ന എൻ്റെ ഒരു വിശ്വാസമല്ല. എല്ലാവരും യൂട്യൂബ് ചാനൽ ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ മടിയാവുന്നു ഇയാൾ ഇതെല്ലാം ചെയ്യുന്നു, നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കരുത്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, ആരും കാണിക്കാത്തൊരു മെത്തേഡാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ കൂടിയിട്ട് ഈ മോഡലിംഗ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത്രയും വളരെ എളുപ്പമായിട്ട് ഈ സാധനമെല്ലാം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മോഡലിംഗ് ഇതിലേക്ക് നമ്മുടെ സെക്ഷനിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ, അനിമേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ ക്ഷമ നല്ലോണം വേണമെന്ന് കഴിഞ്ഞാൽ ഇതിലും പറഞ്ഞിരുന്നു. പോട്ടെ, ദീർഘിപ്പിക്കുന്നില്ല. ഇതാ എഡിറ്റ് പോവാ, ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി ഒന്നും വെക്കരുത്. ഓക്കെ, എന്നിട്ട് മൊത്തത്തിൽ അങ്ങ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം അറിയാം, നിങ്ങൾ മോഡിഫൈ പോയി സെൻറ്റർ പോയിട്ട് നിർബന്ധമായി കൊടുക്കാം. ഓക്കെ, ഇത്രയും പോയപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സേവ് സീൻ ആസ്, ഞാൻ പുതിയ ഫോൾഡറിലുള്ളത് നമുക്ക് 2 എടുത്തിട്ടുണ്ട്, ഞാനിവിടെ സേവ് ആസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതൊക്കെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കിടക്കുന്ന, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു പിടുത്തം വരുന്നുണ്ടല്ലോ അല്ലെ, അപ്പോൾ ആ പിടുത്തം നമ്മൾക്ക് ഒഴിവാക്കണം. അതുപോലെ ആ പിടുത്തം ഒഴിവാക്കാനുള്ളൊരു ഇവിടെ സെഗ്മെന്റ്സുകൾ കറക്റ്റായിട്ടില്ല, അതും കൂടി നമുക്കൊരു പ്രശ്നമാണ്. അപ്പോൾ സെഗ്മെന്റ്സുകളും കൂടി ഒന്ന് വരച്ചു വെക്കുന്നത് നല്ലതാട്ടോ. ഇവിടെ നമുക്കൊരു സെഗ്മെന്റ്സ് വേണം. ഇൻസേർട്ട് എഡ്ജ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചിട്ട് നമ്മളൊരു സെഗ്മെന്റ്സ് ഇവിടെ വരക്കാൻ പോകും കണ്ടോ, അവിടെ ഒരു സെഗ്മെന്റ്സ് വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു വൃത്തികേടായിരിക്കും അത്. ഓക്കെ, എല്ലാ കോഡ്സ് കറക്റ്റ് ആയിരിക്കണം കണ്ടോ. അപ്പൊ ഇവിടെയാണ് നമ്മളെ പ്രശ്നം. ഇവിടെ നമ്മൾ ചെയ്തത് ഇതിങ്ങനെ 2 അങ്ങനെ കയറി വന്നിട്ടുണ്ട്, അത് വേണ്ട കേട്ടോ. അപ്പൊ അത് സപ്പോർട്ടിങ് എഡ്ജസ് ആയിട്ട് വരും, 2 അടുപ്പിച്ച് വരുന്ന എഡ്ജസ്. കാരണം ഈ ഒരു കോഡ് കറക്റ്റായിട്ട് നമ്മൾ നിലനിർത്തി ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോയി സൈഡ് വ്യൂവിൽ പോയിട്ട് അതിനെ ഡീസെലക്ട് ചെയ്തിട്ട് മറ്റതിനെ ഡീസെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് എഡ്ജ് കൊടുക്കുക കണ്ടോ, ഡിലീറ്റ് എഡ്ജ് കൊടുക്കുക. ഡിലീറ്റ് എഡ്ജ് കൊടുത്താൽ ഇങ്ങനെ വരും. അപ്പോൾ ഈ 2 അങ്ങോട്ട് കയറി വരണ്ട, മനസ്സിലായില്ലേ? ആ 2 നമുക്ക് അങ്ങോട്ട് കയറി വരണ്ട. നമ്മൾ എന്ത് ചെയ്യുക അറിയോ, മൾട്ടി കട്ട് എടുത്തിട്ട് ഈ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ പോയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇവിടുന്ന് വരക്കാം. ഇതാ ഇതൊന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ, ഇവനെ ഒന്ന് ക്ലിയർ ചെയ്യണേ. ഇവനെ 2 പിടിച്ചിട്ട് നമ്മളൊന്ന് മൂവ് ചെയ്ത് ഇതിനെ കറക്റ്റ് ചെയ്യണം. ഒന്ന് അങ്ങോട്ട് വെച്ചോ, ഒന്ന് ഇങ്ങോട്ട് വെച്ചോ, പ്രശ്നമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയോ, മൾട്ടി കട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു പോയിന്റ് വരക്കാം, ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു പോയിന്റ് വരക്കാം കണ്ടോ, ഇവിടുന്ന് ഇവിടത്തേക്ക് പോയിന്റ്. എന്നിട്ട് ഇവനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, ഇവനെ എടുത്തിട്ട് ഇവിടെ കൊടുക്കുക, മനസ്സിലായില്ലേ? അതായത് ഇങ്ങനെ വരണം. അങ്ങോട്ട് കയറ്റി വെക്കുന്നില്ല, ഈ 2 സെഗ്മെന്റ് അങ്ങോട്ട് പോയില്ല, നമുക്ക് അത് ഒരു ഈസി വർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇതേ മെത്തേഡ് നമ്മൾ അവിടെയും പിടിക്കണം. എങ്ങനെ പിടിക്കാൻ നോക്കും? ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക, നമ്മൾ ഇവിടെ പോവാ, സ്പേസ് ബാർ പ്രസ് ചെയ്യുക. ഏതാ വരുന്ന സൈഡ്, റൈറ്റ്, ലെഫ്റ്റ് എല്ലാം നോക്കണ്ടേ നമുക്ക്? ഇപ്പോൾ നമ്മളിപ്പോൾ സൈഡ് വ്യൂ, റൈറ്റ് വ്യൂ നോക്കാം. 5 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുണ്ട്. ഓക്കെ, റൈറ്റ് വ്യൂ അല്ലേ, ലെഫ്റ്റ് വ്യൂ. ഓക്കെ, ലെഫ്റ്റ് വ്യൂവിൽ പോവാ. ലെഫ്റ്റ് വ്യൂ ആണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 5 അടിച്ചാലേ മനസ്സിലാവട്ടെ, 4 അടിച്ചാൽ ഞാൻ അപ്പുറത്തേക്ക് ഇല്ലെന്ന് മനസ്സിലാവും, തോന്നൂല. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്യുക, ഇങ്ങനെ വെക്കാം. ഇനി 4 അടിച്ച് നോക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇതിന് കറക്റ്റായിട്ട് വെക്കാം, ഇവിടെ കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഒന്നും നോക്കേണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 4 അടിച്ചല്ലേ കറക്റ്റായിട്ട്. ഓക്കെ, ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് കൂടി നോക്കണം കേട്ടോ, ഇങ്ങനെ വെച്ചാൽ പോരാ. ഞാൻ കണ്ടോ കറക്റ്റായിട്ട് അവിടെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു, സെഗ്മെന്റ്സ് അങ്ങനെ നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ വളരെ അത് നല്ല കാണാൻ നല്ല ഒരു ഇതായി. കാരണം ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് ഒരു പിടുത്തം ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ടൈറ്റ് ഉണ്ടായിരുന്നു. ആ ടൈറ്റ് അങ്ങ് അവിടെ പോയി കിട്ടി, മനസ്സിലായില്ലേ? കണ്ടോ, ആ ടൈറ്റ് അങ്ങ് പോയി കിട്ടി കണ്ടോ. അപ്പോൾ മെഷീൻ അങ്ങനെയാണ് കേട്ടോ. ഇതിനെ പ്രോബ്ലം സോൾവിംഗ് പറയും. അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ സോൾവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത്. ഓക്കെ, നമ്മുടെ മോർണിംഗ് ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ മെഷീൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മെഷീൻ എടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം കേട്ടോ, സ്ലൈഡ് എഡ്ജ് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്യുക, കോഡ്സ് കട്ട് ചെയ്യുക, ഒന്നും പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, നമുക്കതൊന്നും ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം അതിൽ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതൊന്ന് സേവ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ എഡിറ്റ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. എന്തുകൊണ്ടാണ് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. ഫയലിന്റെ സൈസ് കൂടി വന്നാൽ ചിലപ്പോൾ ക്രാഷ് ആയി പോകും. നമ്മുടെ സിസ്റ്റത്തിന്റെ പവർ അനുസരിച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷനനുസരിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ സേവ് സീൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡോർ ഇവിടെ നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്, അത് നമുക്ക് ശ്രദ്ധിക്കാട്ടോ. ഇവിടെ നമുക്ക് ഡോറിന്റെ ആ ലോക്ക് ഉണ്ടാക്കിയെടുക്കണം അല്ലേ? അത് നമുക്കൊന്ന് ആ ചിത്രം നോക്കിയാലോ. ആ ചിത്രം നമുക്ക് നോക്കാം. ആ ചിത്രത്തിൽ നമുക്ക് ലോക്ക് ഉണ്ടാക്കിയെടുക്കുക. ആ ലോക്ക് നമ്മുടെ ഹാൻഡിൽ ഉണ്ടാക്കിയെടുക്കണം, ഹാൻഡിൽ ലോക്കും.
നമുക്ക് ഇങ്ങനെയുള്ള ഹാൻഡിൽ ഉണ്ട്. നമുക്കിപ്പോൾ രണ്ട് ഭാഗത്തും കൂടി സൈഡായിട്ട് വരുന്ന പഴയ ഒരു ഹാൻഡിൽ ചെയ്യാം. ഈ അംബാസിഡർ കാരണം ഉണ്ടാവുന്നില്ലേ, അതുപോലെയുള്ളൊരു സാധനം ചെയ്താലോ, നോക്കാം നമുക്ക്. അതുപോലെയുള്ള ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതിന് ഒരു കാര്യം ചെയ്യുന്ന പറഞ്ഞാൽ, ഞാനൊരു 5 അടിച്ചിട്ടുണ്ട്, 5 അടിച്ചിട്ട് അല്ല 4 അടിച്ചിട്ടുണ്ട്, വയർ ഫ്രെയിം ആക്കിയിട്ടുണ്ട്. വയർ ഫ്രെയിം ആക്കിയിട്ട് ഞാൻ ഇതിനെ പ്ലെയിനിൽ പോയിട്ട് പ്ലെയിൻ നോക്കണം കേട്ടോ. പ്ലെയിൻ ഡയറക്റ്റ് വരുന്നുണ്ടെങ്കിൽ ആ പ്ലെയിൻ ഉപയോഗിക്കരുത്. നിങ്ങൾ ക്രിയേറ്റ് പോയി പോളിഗൺ പ്രിമിറ്റീവ്സ് എന്ത് ചെയ്യുക, ഇന്ററാക്റ്റീവ് ക്രിയേഷൻ ഓൺ ആക്കി ഇടുക, എന്നിട്ട് പ്ലെയിൻ വരക്കാം കേട്ടോ. എന്നിട്ട് പ്ലെയിൻ വരക്കാം. ഇവിടുന്ന് ഇവിടത്തേക്ക്, അതായത് ആ ഹാൻഡിൽ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ലേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തിട്ടില്ലേ, അപ്പൊ അതിന് കണക്കായിട്ട് ഉണ്ടാക്കി വെക്കുക. അത് ഇപ്പം ബാക്കിലുള്ളത് അത് ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇതിന് കറക്റ്റായിട്ട് എടുത്തു നോക്കും. ഇവിടെ കറക്റ്റായിട്ട് എടുത്തു നോക്കും. ഇവിടെ കറക്റ്റായിട്ട് നോക്കും. അത് കറക്റ്റ് അല്ല, എന്നാലും ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ നമ്മളവിടെ കറക്റ്റായിട്ട് വെച്ചാൽ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം അറിയോ? നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന ഈ ഭാഗത്ത് നമ്മളൊരു സെഗ്മെന്റ്, ഒരു മൾട്ടി കെട്ടിടാം. അതായത് ഇതിന് കണക്കായിട്ടൊരു മൾട്ടി കെട്ട് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മൾട്ടി കെട്ട് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു മൾട്ടി കെട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതേ കറക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. നമ്മള് ഡോറിന്റെ ഇത് ഇവിടെ വരുമ്പോൾ ഇവിടെ വരെ വരുന്നത്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ വരെ എടുക്കാം, പ്രശ്നമില്ല. ഓക്കെ, അതേ കറക്റ്റ് ഇവിടെ തന്നെ കിട്ടണം, അതേ ഒരു കോളം പോലെ നമുക്ക് അവിടെ കിട്ടണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, ഒരു മൾട്ടി കെട്ട് എടുത്തിട്ട് ഒരു സെൻട്രലിലേക്ക് ഒരു സെഗ്മെന്റ് നമുക്ക് വരക്കാം. ഒരു സെൻട്രൽ ഒരു സെഗ്മെന്റ് വരക്കാം, ഇവിടെ. ഇനി ഇവിടെ നമുക്ക് ഒരു സെഗ്മെന്റ് കൂടി വരക്കാം. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രിക്സ് ആണ് കേട്ടോ പറഞ്ഞത്. ഇങ്ങനെ വരക്കാം. ഈ ഹാൻഡിലൊന്നും ചെയ്യുമ്പോൾ ചില ആള് ഇത് ലൈനെല്ലാം എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. ലൈൻ എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ഇതിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്തിട്ട് ചാംഫർ വെർട്ടെക്സ് കൊടുക്കുക. ഈ രണ്ടിനും ഒരുമിച്ച് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പൊ ജി പ്രസ് ചെയ്യുക, വിടുത്ത് ജി എന്തിനാ പ്രസ് ചെയ്യുക, റിപ്പീറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിനെ എടുത്തിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ കണ്ടോ, അങ്ങനെ ഇതിനെടുത്തു ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇവിടെയും അതുപോലെ മാറ്റം വരുത്താട്ടോ. ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എനിക്ക് വെക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വെക്കുമ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് കയറി വരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനത് അവിടെ കുറച്ചിങ്ങോട്ട് വെച്ചോ. നിങ്ങൾ ആ ഒരു ഷേപ്പിൽ നിർത്തിക്കോ, എന്നാലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അറിയാം. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് സെൻട്രലിലേക്ക് ഇത് രണ്ടും കൂടി നമുക്ക് അവിടെ മുട്ടിച്ചാലോ, നമുക്ക് അവിടെ മുട്ടിക്കാം. അവിടെ അതിനെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ മുട്ടിക്കാം. അവിടെ മുട്ടിക്കുമ്പോൾ നോക്കണം കേട്ടോ. ഇതെല്ലാം നമ്മൾ സൈഡ് എഡ്ജ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന ഒരു സെഗ്മെന്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിനെ സൂക്ഷിച്ച് നോക്കണം, ആ പ്ലെയിൻ എങ്ങനെയാണ് വരേണ്ടതെന്നില്ല. നമ്മൾ ആ സെഗ്മെന്റ്സിനെ കറക്റ്റായി നോക്കി മനസ്സിലാക്കിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ അറ്റ ഇവിടെ മുട്ടണം. ആദ്യം ഇതിൻ്റെ അറ്റ ഇവിടെ മുട്ടട്ടെ. മുട്ടിയില്ലേ, മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം, നിങ്ങളിതിനെ മെല്ലനൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. 90 ഡിഗ്രി ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 90 ഡിഗ്രി ഓഫ് ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ മുട്ടി. കാരണം നമ്മുടെ ഈ ഷേപ്പ് വ്യത്യാസമുണ്ട്. നമ്മൾ ഡോറ് ഇവിടുന്ന് ഒന്ന് ചെരിഞ്ഞ് വരുന്നുണ്ട് ഒരു ഡോറ്. അപ്പം നിങ്ങൾ അതിന് കണക്കായിട്ട് ഇത് മാറ്റി വെക്കുന്നതും കുറച്ചും കൂടി ബെറ്റർ ആവും. ഓക്കെ, കുറച്ച് ഒന്ന് ഒതുക്കി വെച്ച് ചെയ്യും. കുറച്ചും കൂടി ഞാൻ മൂവ് ചെയ്തു കൊണ്ടോ. ഏകദേശം ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാം. ഏകദേശം ഞാനൊന്ന് ലെവൽ ചെയ്യുന്നുണ്ട്. അവിടെ ഇവിടെ എല്ലാം ലെവൽ ചെയ്തിട്ടില്ല, ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടുന്ന് കാണുമ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിരിക്കണം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ കണ്ടോ. ഓക്കെ, അപ്പോൾ അതാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം അറിയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിൽ നിങ്ങൾ ഒരു സെഗ്മെന്റ് അങ്ങ് വരക്കാം. മൾട്ടിക്കട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിന്റെ സെന്റർ പോയിന്റ് നോക്കിയിട്ട് നിങ്ങൾ വരച്ചോ. ഈ സെന്റർ പോയിന്റ് എന്ത് ചെയ്യുക, ഇതിനെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യുക. ഇങ്ങനെ കണ്ടോ, അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ മതി. കണ്ടോ, കിട്ടിയില്ലേ? ഇല്ലേ?
പ്രയാസമുണ്ടോ? ഒന്നുമില്ല. കാരണം പറഞ്ഞാൽ അധികം നമ്മൾ ചിന്തിക്കാത്തൊരു, നമ്മൾ അത്രയും വളരെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണോ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചു. ഇനി എന്ത് ചെയ്യണം അറിയോ നിങ്ങൾ? ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ബിവൽ കൊടുക്കണം. ബിവൽ കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളൊരു ചെറിയൊരു കാര്യം ചെയ്യണം. നോക്കിയേ, ഇവിടെ നമ്മുടെ വ്യൂ നോക്കണം കേട്ടോ. ചെയ്യുന്ന സമയത്ത് ഇതാ നമ്മൾ മൂവ് ചെയ്ത് പൊസിഷൻ വ്യത്യാസമുണ്ട്, കറക്റ്റ് ചെയ്യും. കാരണം അവിടുന്ന് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യുക. എങ്ങനെയാണ് വേണ്ടത്? നമ്മൾ ഇതിലുള്ളത് ഓക്കെ, കമ്പോണന്റ് വേണ്ട, ഒബ്ജക്റ്റ് മോഡാണുള്ളത്. അപ്പോൾ കുറച്ച് ചെരിഞ്ഞിട്ടാണുള്ള ഈ സാധനം. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. നോക്കട്ടെ, ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒന്ന് വലുതാക്കി ഇടുക. ഈ ഒരു ഭാഗത്തിനെ കുറച്ചൊന്ന് വലുതാക്കി ഇടുക. ഏതാണ്? ഈ വെർട്ടെക്സിനെ, നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന വെർട്ടെക്സിനെ ഒന്ന് സ്കെയിൽ ചെയ്യും. അപ്പൊ ഇങ്ങനെ കിട്ടുന്നു, കണ്ടല്ലേ? നമ്മൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് നോക്കുക. സ്കെയിൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഷാർപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുന്ന രീതി വെക്കാം. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് ബിവൽ എഡ്ജ് കൊടുക്കാൻ പറ്റും. കണ്ടോ? ഇതിന് സെഗ്മെന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെഗ്മെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അധികം സെഗ്മെന്റ്സ് ആഡ് ചെയ്യേണ്ട, ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അധികം കൊടുക്കണ്ട കേട്ടോ. അധികം സെഗ്മെന്റ്സ് കൊടുത്താൽ ഇത് എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ ഫേസ് വേണ്ട. ഈ ഫേസ് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉപകാരം എന്ന് എനിക്ക് തോന്നുന്നു. ഡിലീറ്റ് ചെയ്തോളെ. ഞാൻ ആ 2 ഫേസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഫേസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിനെ എക്സ്ട്രൂഡ് നമ്മൾ ഇത് ചെയ്യുക. സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുക്കുക. സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എക്സ്ട്രൂഡ് കൊടുക്കുക. തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യണം. എത്രയാണ് വരുന്നത് പറഞ്ഞാൽ അതിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് താഴോട്ടാണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. മുകളിലോട്ടാണെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ എത്രയാണ് വേണ്ടത് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലെവൽ ചെയ്യുക. ഞാനിപ്പോൾ ഇത്ര പൊന്തിച്ച് വെച്ചിട്ടുണ്ട്, മനസ്സിലായി? ഇത്ര ഞാൻ പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പൊന്തിച്ച് വെച്ചിരിക്കുന്ന സാധനം നിങ്ങൾക്ക് 2 രീതി ചെയ്യാൻ പറ്റും. ഈ വെർട്ടെക്സിന്, അതായത് ഈ അറ്റത്തിലെ വെർട്ടെക്സിന്, ഈ അറ്റത്തിലെ എഡ്ജസ് ഇല്ലേ, ഈ അറ്റത്തിലെ എഡ്ജസ്, ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കോമ്പൗണ്ട് മോഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യും. കണ്ടോ? കണ്ടല്ലേ? ഈ ഒരു പൊടിച്ചു വെക്കുക അതിന്. അപ്പൊ ഈ ഒരു ഷേപ്പിൽ കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ ആ മിനിമം ഒരു എഡ്ജസ് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ എഡ്ജസിന്റെ ഒരു കണക്കായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം മതി. നമുക്ക് ഇവിടെ ഇങ്ങനെ വരണ്ട. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 1 2 3 ഇവിടെ കൂടുതൽ വരും. സെഗ്മെന്റ്സ് ഇവിടെ കൂടുതൽ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. സ്മൂത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ടുണ്ടാവും. കണ്ടോ? കണ്ടല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു നീറ്റ്നെസ് അവിടെ കിട്ടും. അതുകൊണ്ട് അത് അത്ര കഷ്ടപ്പാടില്ല. അത് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എഡ്ജസിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ എഡ്ജസിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബിവൽ എഡ്ജ് നിർബന്ധമായും കൊടുക്കുക. സെഗ്മെന്റ്സ് നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്ന സെഗ്മെന്റ്സ് ഇടാം. അധികം കൊടുക്കണ്ട. സെഗ്മെന്റ്സ് വേണ്ട കേട്ടോ. ഇവിടെ ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഇപ്പോൾ ജസ്റ്റ് ഒരു കട്ട് കൊടുത്താണ്. കാരണം ഫ്രാക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഇതിലേക്ക് കയറിയിട്ട് ഇത് അവിടെ പിടിക്കും. മനസ്സിലായില്ലേ? നമ്മളെ സെഗ്മെന്റ് ഫ്ലോ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. എവിടെ പോയാലും നമ്മൾ ഈ സെഗ്മെന്റ്സ് ഫ്ലോ ഒന്ന് ക്ലിയർ ചെയ്യണം. അവിടുത്തെ ഒന്നും പ്രശ്നമില്ല. ഇവിടെ കിടക്കുന്ന സാധനം കണ്ടോ? ഇതിനെ ഒന്ന് പിടിച്ചിട്ട് നിങ്ങൾ ഒബ്ജക്റ്റ് മോഡാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഇത്തിരി പണിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ ഈ ട്യൂട്ടോറിയലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും ഇതായിട്ട് സ്പീഡിലായിട്ട് കാണിക്കും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് സമയമെടുത്ത് നമ്മളെ ഡെഡ് ലൈനെല്ലാം കറക്റ്റാക്കി സമയം എടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ വളരെ പെട്ടെന്ന് എൻ്റെ ഇതായല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്. ഇനി ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന് 2 ഭാഗത്തുള്ള ഫേസ് ഉണ്ട്. അതായത് ഓൾ ടച്ച് പ്രസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെയും സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു.
Ctrl+Shift+H പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് ഫേസ് കയറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? ഫേസ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്നും കൂടി ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. അതായത് അവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയോട്ടെ. കണ്ടോ? ഇങ്ങനെ ഉള്ളിലോട്ടേക്ക്, അതായത് ഇങ്ങനെ വന്നിട്ടുണ്ടോ? കണ്ടോ? കുറച്ചും കൂടി ഉള്ളിലോട്ട് തള്ളി ആ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ? നിങ്ങൾ ഒരു ഐഡിയയും കൂടി നിങ്ങൾക്ക് ചെയ്യാം. എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ സ്പിയർ എടുത്തിട്ട് ഇവിടെ സ്പിയർ വരണം. എന്നിട്ട് ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് T പ്രസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് 12 മതി കേട്ടോ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡ്, രണ്ടാമത്തെ എപ്പിസോഡെല്ലാം കണ്ടാൽ മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് സ്പിയറിന്റെ 12 ഉപയോഗിക്കുന്നത്. സ്പിയറിന് 12 ഉപയോഗിച്ചാൽ മതി, മെഷ് അധികം വേണ്ട കേട്ടോ. എന്നിട്ട് നമ്മളെ വിൻറ്റേജ് ബോക്സിനൊന്ന് സ്ക്രൂ ചെയ്തിട്ടില്ലേ? സ്ക്രൂ അല്ല, ഒരു തരം ഇത് ചെയ്യും. ഇങ്ങനെ വന്ന് അതിനെ ഒന്ന് സ്കെയിൽ ചെയ്തിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട്, മനസ്സിലായില്ലേ? അതായത് ഇതിന് ഞാനിപ്പോൾ സ്കെയിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഉള്ളിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിന് ബിവൽ എഡ്ജ് കൊടുക്കുക. നമ്മൾ പഠിച്ചതാണ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. ഇതിനെ സെലക്ട് ചെയ്യുക, ബിവൽ എഡ്ജ് കൊടുക്കുക, നമ്മൾ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് അവിടെ ക്ലിയർ ആയിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് മോഡ് സോഫ്റ്റ് ഹാർഡൻ എഡ്ജ് ആക്കുക. ഓക്കെ, ഇവിടെ ട്രയാങ്കിൾസ് ഉണ്ട്. ട്രയാങ്കിൾസ് അലോഡല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ട്രയാങ്കിൾസ് നമ്മൾ ഇത് ചെറിയൊരു സാധനം ഉണ്ടെന്ന് വിചാരിച്ച് ട്രയാങ്കിൾസ് ഒക്കെ ഇതാക്കി ചെയ്യരുത്. ട്രയാങ്കിൾസ് എല്ലാം ഡിലീറ്റ് ചെയ്യുക. സോറി, ഒന്നര ഇൻ ബിറ്റ്വീൻസ് ട്രയാങ്കിൾസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യും. ഫോർവേഡ് ആയി ഫയൽ സേവ് ചെയ്യട്ടെ. ഫയൽ സേവ്. എന്ത് ചെയ്യുക? ഇത് ഉള്ളിലോട്ട് അങ്ങ് കറക്റ്റായിട്ട് എടുത്തു. അതുപോലെ തന്നെ Ctrl+D പ്രസ് ചെയ്തിട്ട് ഇതും അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇതിനൊന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. നമുക്ക് ഇതിന് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്ത് നോക്കാം. കണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? അത് പഴയൊരു ഡോറിൻ്റെ സ്റ്റൈലായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതി ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗമെല്ലാം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങളതായിട്ടുള്ളൊരു സ്റ്റൈലെല്ലാം കൊടുക്കുക. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് സ്റ്റൈലിൽ ചെയ്യാം. ബിവൽ എഡ്ജസ് കൊടുത്തിടുക. ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക. മനസ്സിലായില്ലേ? ഒന്നുകൂടി റൗണ്ട് ആക്കി എടുക്കാൻ പറ്റും. സോഫ്റ്റ് ഹാർഡ് എഡ്ജ് സ്മൂത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലോക്ക് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഇതിനെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടത് തന്നെയാണ് സെലക്ട് ചെയ്ത് എഡിറ്റ് പോയി ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി. അതുപോലെ തന്നെ ഇതിനെ ഞാൻ കമ്പൈൻ ചെയ്യുന്നുണ്ട്. കമ്പൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് എനിക്ക് ഈ സാധനം വേണം. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം ഒന്ന് ഓപ്പോസിറ്റ് ഇവിടെ ഒന്ന് വെച്ച് ഇതിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ വെക്കുന്നുണ്ട്. ഈ ഡോറിനും അത് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, കറക്റ്റ് സെയിം ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഫേസ് എടുക്കുമ്പോൾ നമ്മൾ വളരെ കറക്റ്റായിട്ട് വരച്ചോണ്ടാകുന്നു കേട്ടോ നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെയും രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് അവിടെ കിട്ടണം. അതിനെന്ത് ചെയ്യുക? ഇതിന് രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്യുക. ഒരിക്കലും സ്മൂത്ത് ചെയ്ത് കമ്പൈൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന് DX പ്രസ് ചെയ്തിട്ട് DX പ്രസ് ചെയ്യുക. ഇവിടെ എവിടെ എക്സ് ഉള്ളത്? ഇതല്ലേ സെൻറ്റർ കാണുന്നത്. ഇവിടെ നമുക്ക് സെൻറ്റർ ലൈൻസ് ഇല്ലേ? ഉണ്ടല്ലോ, ഇല്ലേ? നമ്മുടെ സെൻട്രൽ ലൈൻ എവിടെ എത്തിയ പോലെയുണ്ട്. സെൻട്രൽ ലൈൻ കാണും. ഓക്കെ, ഇത് ഹാഫ് അല്ലേ? ഓക്കെ, നോക്കട്ടെ. സെൻട്രൽ ലൈൻ ഇത്തിരി കൺഫ്യൂസ് ഒന്നുമില്ല. 1 2 3 4 1 2 3 4. ഓക്കെ, സെൻട്രൽ ലൈൻ തന്നെ. എൻ്റെ ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്തയായിരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? മെഷിൽ പോവുക. ഏതാണ്? എക്സ് പ്ലസ് അല്ല, എക്സ് മൈനസ് വരേണ്ടത്. മിററിൽ പോവുക, എക്സ് മൈനസ് ചെയ്യുക. എന്നിട്ട് ഡു നോട്ട് മറ്റ് ബോർഡർ മതി മിറർ കൊടുക്കുക. മിറർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോവുക, 5 അടിക്കുക, നോക്കാം. സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്യുക. മോഡിഫൈ സെൻറ്റർ പോയിന്റ്.
അപ്പോൾ അത്ര പേരെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, അത്ര പേരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫയലൊന്ന് സേവ് ചെയ്യാം. ഫയൽ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സെഗ്മെന്റ്സ് ചെറുങ്ങനെ ഒന്ന് ഒടിഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം. വെർട്ടെക്സ് പോയി ഇവനെല്ലാം എടുത്ത് ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. അത് കറക്റ്റ് ഒന്ന് റൗണ്ട് ആക്കി എടുക്കണം. ഇതിനെ കണ്ടോ, നമ്മളെല്ലാം ഒന്ന് അലൈൻ ചെയ്ത് നോക്കി പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഇത് വേണ്ടാന്നൊരു ചിന്താഗതി പോകരുത്. അയ്യോ ഇനി ഇത് വേണോ എന്നുള്ള ചിന്തയിൽ പോകേണ്ടത് കേട്ടോ. കണ്ടോ, ഞാൻ കറക്റ്റായിട്ട് റൗണ്ടാക്കി എടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് വേണ്ടി നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ ചെയ്യാൻ നോക്കണം. വണ്ടി പിടിക്കരുത് കേട്ടോ. എന്തിനാ എന്നുള്ള ചിന്ത വരുത്. ഫ്രഷേഴ്സിനെല്ലാം നിങ്ങൾ വിചാരിക്കേണ്ട നല്ല സാലറി കിട്ടണമെന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം നമ്മൾ കമ്പനിയിൽ എവിടെയും ജോലിക്ക് കയറാൻ സാധിക്കില്ല. നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു സാലറി പറയാൻ പറ്റുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ നിങ്ങൾ അതിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കമ്പനിയിൽ നല്ല പോർട്ട്ഫോളിയോ കാണിച്ച് നല്ല രീതിയിൽ കയറി പറ്റാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഏകദേശം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോയി ഞാൻ സോഫ്റ്റ് ഹാർഡ് എഡ്ജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇതാ ഇവിടെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സൈഡ് വരുന്ന എനിക്ക് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അത് നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെർട്ടെക്സിനെ സെലക്ട് ചെയ്യേണ്ടി വരും. അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇങ്ങനെ മൂവ് ചെയ്ത് ലെവൽ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അതായത് അത് ആ ഹെഡ്ലൈറ്റിന്റെ ഭാഗം വരുമ്പോൾ നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തതിന്റെ ഭാഗത്തിന്റെ പ്രശ്നമാണ് അത്. അല്ലാതെ അത് വേറെ ഒരു ബുദ്ധിമുട്ടല്ല. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്താൽ ഇവിടെ എല്ലാം കറക്റ്റ് ചെയ്യണം കേട്ടോ. ഇതിനെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണത്. നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സിക്സാക്ക് ആയിട്ട് തോന്നുന്ന ലൈൻസിനെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, ഞാനിത് കൂടുതൽ കറക്റ്റ് ചെയ്യാൻ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ നടക്കില്ല. കാരണം നമ്മളെ എപ്പിസോഡ് തീരുമില്ല. ടയറിൻ്റെ എപ്പിസോഡ് ചെയ്യാൻ വേറെ തന്നെ ചെയ്യേണ്ടി വരും. ടയറിൻ്റെ എപ്പിസോഡ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂസ് കുറേ ആൾക്കാർക്ക് മടി പിടിക്കുന്നുണ്ടെന്ന് എൻ്റെ ഒരു തോന്നൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര വരെ കറക്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഡോറിൻ്റെ ലോക്ക് കാര്യങ്ങളാക്കിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട്, ബാക്കിയെല്ലാം ആക്കിയിട്ടുണ്ട്. നമ്മൾ വളരെ കൃത്യമായി ഈ മോഡലെല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ഞാനിതൊന്ന് സേവ് ചെയ്തോട്ടെ. ഞാനിവിടെ ത്രീ ലാസ്റ്റ് വെച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഇതിനെ മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കമ്പൈൻ ചെയ്തതാണ്. ഓക്കെ, സ്മൂത്ത് ചെയ്യും കണ്ടോ. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന് ടയറാണ് വേണ്ടത്. ടയറിൻ്റെ കാര്യം നമുക്ക് ചെയ്യാം. ടയറെല്ലാം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാം. ടയർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു ട്രിക്കും കൂടി ഉണ്ട്. ആ ട്രിക്കും കൂടി ഞാൻ പഠിപ്പിച്ചു തരാം. നാഷണൽ എങ്ങനെയാണ് ടയർ ചെയ്യുന്നത്. ചില ആൾക്കാർ ടയറിനെ സ്മൂത്ത് ചെയ്യാതെ വെച്ചിട്ട് അതിന് ടെക്സ്ചർ ചെയ്യുന്ന പരിപാടികളുണ്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ. എല്ലാ ഒബ്ജക്റ്റുകളും സ്മൂത്ത് ചെയ്താൽ മാത്രമേ അതിൽ ആ ഒരു സ്പെക്കുലർ ഹൈലൈറ്റ് ചെയ്ത് ലൈറ്റിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഷൈനിങ് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത്തരം ട്രിക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. അത്രയും ട്രിക്കുകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കട്ടെ. കണ്ടോ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ലോക്കെല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ലോക്ക് കറക്റ്റാക്കിയിട്ടുണ്ട്. വണ്ടിയിലെ എല്ലാ ഭാഗങ്ങളും കറക്റ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി വൈപ്പർ വേണം, നിങ്ങൾക്ക് ലൈറ്റ് ഇതിൻ്റെ മിറർ വേണമെങ്കിൽ അത് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഇപ്പോൾ സ്പോർട്സ് കാർ പോലെ ആണെങ്കിൽ ആക്കാം കേട്ടോ. അതെല്ലാം നിങ്ങളിഷ്ടം. നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒത്തിരി സമയമായി. അപ്പോൾ നമുക്കിന്ന് എപ്പിസോഡ് ഇവിടെ തീർക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ടയർ ചെയ്യുന്ന ടെക്നിക്കുമായിട്ട് വന്നിട്ട് ഇതിൻ്റെ ടയർ ഘടിപ്പിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ വണക്കം, നമസ്കാരം.